സെല്ല് യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അല്ലാതെ ഇനി നമുക്ക് ഒന്നുകൂടെ എടുക്കാനുണ്ട്, ഓർക്കുക. സെല്ല് യൂണിറ്റ് ഓഫ് ലൈഫിൽ നമുക്കിനി എടുക്കാനുള്ളത് പ്രോകാരിയോട്ടിക് സെൽ എടുത്തു, സെൽ മെമ്പറൈൻ, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, റൈബോസോം, ന്യൂക്ലിയസ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ന്യൂക്ലിയസ് ആണ്, ഓർക്കണം. സെല്ല് യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ മൈറ്റോകോൺട്രിയ എടുത്തിട്ടുണ്ട്, സെൽ മെമ്പറൈൻ എടുത്തു, റൈബോസോം എടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് ന്യൂക്ലിയസ് ആണ്, ഓർക്കുക. അപ്പോൾ എന്താണ് ന്യൂക്ലിയസ്? അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് ന്യൂക്ലിയസ്. മർമ്മം, ഓർക്കുക. ന്യൂക്ലിയസ്, NUCLEUS, ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് ആരാ കണ്ടെത്തിയത്? മർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. മർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്, ഓർക്കണം. റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ന്യൂക്ലിയസ്. ഇനി ഇത് ക്രൊമാറ്റിൻ എന്ന് കണ്ടെത്തിയത് എന്ന് പറഞ്ഞത് ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിംഗ്. കാരണം ന്യൂക്ലിയസിനുള്ളിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ക്രൊമാറ്റിൻ ഫൈബർ അല്ലെങ്കിൽ DNA ഫൈബർ. അപ്പോൾ അത് ആദ്യം ക്രൊമാറ്റിൻ ആണെന്ന് കണ്ടെത്തിയത് ഫ്ലെമിംഗ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഇനി നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ ഘടനയിലേക്ക് വരാം. ഒരു ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ വ്യക്തമായി കാണപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഇൻ്റർഫേസ്. ഇപ്പോൾ ഒരു സെല്ലുണ്ടായിക്കഴിഞ്ഞാൽ ഓർക്കണം, ആ സെല്ലിന് ഡിവിഷൻ നടക്കും. അങ്ങനെ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകും. അപ്പോൾ ഡിവൈഡിങ് സെല്ലിലാണെങ്കിൽ നമുക്ക് മർമ്മം ക്ലിയറായി കാണാൻ കഴിയില്ല. അപ്പോൾ മർമ്മം ഡിവിഷന് മുമ്പുള്ള സെല്ല്, അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുക. അപ്പോൾ ഡിവിഷന് മുമ്പുള്ള ഫേസിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് ഘട്ടം എന്ന് പറയുക. ആ ഇൻ്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ ഘടനയോടുകൂടിയ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ഇൻ്റർഫേസ് ന്യൂക്ലിയസ് എന്നാണ്. അപ്പോൾ ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കവേർഡ് ബൈ 2 യൂണിറ്റ് മെമ്പറൈൻസ്, ഓർക്കുക. അപ്പോൾ ഔട്ടർ മെമ്പറൈൻ ഉണ്ട് ആൻഡ് ആൾസോ ഇന്നർ മെമ്പറൈൻ. അപ്പോൾ ഔട്ടർ മെമ്പറൈനും ഉണ്ട്, ഇന്നർ മെമ്പറൈനും ഉണ്ട്, ഓർക്കണം. ഇനി ഇൻ ബിറ്റ്വീൻ ദീസ് 2 മെമ്പറൈൻ ഈസ് എ സ്പേസ് കാൾഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഇതിനിടയിലൊരു സ്പേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്, ഓർക്കണം. അപ്പോൾ നമുക്ക് ഈ ഔട്ടർ മെമ്പറിനെയും ഇന്നർ മെമ്പറിനെയും ഒരുമിച്ച് നമുക്ക് ഒരു പേര് വിളിക്കാം, ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ, മർമ്മസ്തരം. അപ്പോൾ അതിന് 2 മെമ്പറൈൻ ഉണ്ട്, ഔട്ടർ മെമ്പറൈൻ, ഇന്നർ മെമ്പറൈൻ. അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് പെരി ന്യൂക്ലിയർ സ്പേസ്, ഓർക്കുക. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഇതിനകത്തുള്ള മർമ്മമാണ്. അപ്പോൾ ഇതാണ് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ. അപ്പോൾ ഇതെന്താണ്? സൈറ്റോപ്ലാസമാണ്, കോശദ്രവ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നർ മെമ്പറിനുള്ളിലായിട്ട് ഒരു മാട്രിക്സ് ഉണ്ട്, ഒരു ഫ്ലൂയിഡ് മാട്രിക്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ സാപ്പ്, മർമ്മദ്രവ്യം എന്ന് വിളിക്കും. അപ്പോൾ ഓർക്കുക, ഇത് മർമ്മദ്രവ്യം, ഇത് സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ നിന്നും മർമ്മദ്രവ്യത്തിലേക്കും മർമ്മദ്രവ്യത്തിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്കും പദാർത്ഥങ്ങൾ പ്രവഹിക്കുന്നത് ഇതിനകത്ത് ചില ഓപ്പണിങ്സ് ഉണ്ടാകും, ഓർക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ, ഓർക്കുക. അപ്പോൾ ഔട്ടർ മെമ്പർ ഇതിനകത്ത് ചില ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ ഓർക്കുക പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? പാസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ പോർസ് ഹെൽപ്പ് ദ പാസേജ് ഓഫ് എന്തൊക്കെയാണ്? RNA, പ്രോട്ടീൻ ഫ്രം സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും ഒക്കെ RNAയും പ്രോട്ടീനും ഒക്കെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ കടന്നു പോകാനായിട്ടുള്ള ഈ ന്യൂക്ലിയർ പോർ സഹായിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ എൻവലപ്പ്, ഔട്ടർ മെമ്പറൈൻ, ഇന്നർ മെമ്പറൈൻ, ഇടയ്ക്ക് സ്പേസ്, പെരി ന്യൂക്ലിയർ സ്പേസ്, അതിനകത്തുള്ള പോറാണ് ന്യൂക്ലിയർ പോർ. ഇനി ഉള്ളിലായിട്ട് കാണുന്നതാണ് ന്യൂക്ലിയോപ്ലാസം.
ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തെല്ലാം കാണപ്പെടുന്നു നമുക്ക് നോക്കാം. ഓർക്കുക, ന്യൂക്ലിയോപ്ലാസം കണ്ടൈൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ന്യൂക്ലിയർ പ്ലാസമാണെങ്കിൽ ആ ന്യൂക്ലിയർ പ്ലാസത്തിനുള്ളിൽ ഓർക്കണം, ഇപ്പോൾ 2 മെംബ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനകത്ത് ഓപ്പണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തെല്ലാം ഉണ്ട് ഓർക്കുക. ന്യൂക്ലിയോപ്ലാസിൽ 2 ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ഒന്ന് ഒരു സ്പെറിക്കൽ ബോഡിയാണ്. ആ സ്പെറിക്കൽ ബോഡിയെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോലസ്, മർമ്മകം. ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം. ഇനി ന്യൂക്ലിയോലസിന് പുറമേ ഇതിനകത്ത് നോക്കുക, DNA സ്ട്രാൻഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ സ്ട്രാൻഡ്സ്. ഓർക്കുക. അപ്പോൾ ഈ ന്യൂക്ലിയോളസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ RNA സിന്തസിസ് ആണ്. RNA സിന്തസിസ് ഓർക്കുക. ഇനി ഇതാണ് DNA അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. DNA അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാലും മതി, ഓർക്കുക. ഇനി DNA എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും ഓർക്കുക. DNA എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാകും. ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ. ഹിസ്റ്റോൺ പ്രോട്ടീനാണ് മെയിനായിട്ട് കാണപ്പെടുക. എന്നാൽ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും കാണപ്പെടാം. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും കാണപ്പെടാം. ആൻഡ് ആൾസോ RNA, പിന്നെ RNAയും കാണപ്പെടാം, ഓർക്കുക. അപ്പം മെയിനായിട്ട് DNA എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹിസ്റ്റോൺ പ്രോട്ടീനാണ്, ബാക്കി ഇതൂടെയൊക്കെ കാണപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെയാണ് ഓർക്കുക. ഒന്ന് ന്യൂക്ലിയർ മെമ്പറൈൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ്, 2 ന്യൂക്ലിയർ സാപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം. അപ്പോൾ ഇതൊന്ന്, ഇത് 2, ഇത് ന്യൂക്ലിയോലസ് 3, ഇത് 4 DNA. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ഓർക്കുക. എന്നാൽ അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ, കോശം വിഭജിക്കാൻ തുടങ്ങുമ്പോൾ ഈ DNA അല്ലെങ്കിൽ ക്രൊമാറ്റിൻ, ഓർക്കുക, ഈ നീളം ചുരുണ്ടുകൂടി കിടക്കുന്ന ക്രൊമാറ്റിൻ ചുരുണ്ടുകൂടി തടിച്ച് ദണ്ടിൻ്റെ രൂപത്തിലുള്ള ഘടനകളായി മാറും, ഓർക്കുക. ഇതാണ് ആ ദണ്ടിൻ്റെ രൂപത്തിലുള്ള ഘടനകൾ. ഈ ഘടനകളെ വിളിക്കുന്ന പേരാണ്, കണ്ടോ, ഇവയെ വിളിക്കുന്ന പേരാണ് ക്രോമസോംസ്. ഇതൊരു ക്രോമസോമാണ്. അപ്പോൾ ഒരു ക്രോമസോമിന് 2 ഇതളുകളുണ്ട്, 1, 2. അതിനെ ക്രൊമാറ്റിഡ്സ് എന്നാണ് വിളിക്കുക. അത് നമ്മൾ സെൽ ഡിവിഷൻ പഠിക്കുമ്പം ഒന്നുകൂടെ പഠിക്കും. അപ്പോൾ ഈച്ച് ക്രോമസോം ഹാസ് 2 ക്രൊമാറ്റിഡ്സ് എന്നാണ്. ഇനി ക്രൊമാറ്റിഡ്സിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടാകും. ആ യോജിപ്പിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ, ഓർക്കുക. അല്ലെങ്കിൽ സെൻട്രോമിയറിൻ്റെ മറ്റൊരു പേരാണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ. അപ്പോൾ പ്രൈമറി കൺസ്ട്രിക്ഷൻ ഓർ സെൻട്രോമിയർ എന്ന് പറയും, ഓർക്കുക. ഇനി ഓൺ ദ സൈഡ് ഓഫ് സെൻട്രോമിയർ, ഈ സെൻട്രോമിയറിൻ്റെ സൈഡിലായി ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. അപ്പോൾ സെൻട്രോമിയർ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഇതാണ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ അതിന് 2 ക്രൊമാറ്റിഡുകളുണ്ട്, 2 ഈക്വൽ ഹാഫ്സ് പകുതികളുണ്ട്. ഇനി അവ തമ്മിൽ ചേരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സെൻട്രോമിയർ. ഇനി ആ സെൻട്രോമിയറിൻ്റെ അടുത്തായിട്ട് ഒരു ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചറുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. ഓക്കെ. ഇനി ഈ സെൻട്രോമിയർ ഈ ക്രോമസോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെ ആസ്പദമാക്കി, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഓൺ ക്രോമസോം. അപ്പോൾ ഈ സെൻട്രോമിയർ ക്രോമസോമിൽ കാണപ്പെടുന്ന രീതി അനുസരിച്ച് ക്രോമസോമിനെ 4ആയി തരംതിരിക്കും, ഓർക്കുക. അതിലൊന്നാണ് ഇത് സെൻട്രോമിയർ, ഓർക്കണം. സെൻട്രോമിയർ സെൻട്രലാണെങ്കിൽ അത് മെറ്റാസെൻട്രിക്. അപ്പോൾ സെൻട്രോമിയർ എവിടെ കാണപ്പെടും? സെൻറ്ററിൽ കാണപ്പെടും. അപ്പോൾ ഈ പടം കണ്ടാൽ നമ്മൾ ഓർക്കണം അത് മെറ്റാസെൻട്രിക് ആണ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ സെൻട്രോമിയർ ഓർക്കണം. സെൻട്രോമിയർ നിയർ ദ സെൻറ്റർ, സെൻട്രലല്ല നിയർ ദ സെൻറ്റർ. നിയർ ദ സെൻറ്റർ ആണെങ്കിൽ അത് സബ് മെറ്റാസെൻട്രിക്, ഓർക്കുക, സബ് മെറ്റാസെൻട്രിക്. അപ്പോൾ സെൻറ്ററിലാണെങ്കിൽ മെറ്റാസെൻട്രിക്, നിയർ ദ സെൻറ്റർ ആണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്. ഇനി അതല്ല അറ്റത്തല്ല, അറ്റത്തോട് ചേർന്നാണെങ്കിൽ ഇപ്പം നിയർ എൻഡ് എന്ന് പറയാം.
സെൻട്രോമിയർ നിയർ എൻഡിലാണെങ്കിൽ അക്രോസെൻട്രിക് ആണ്. ഈ പടം നോക്കിയാൽ മതിയാവും. എന്നാൽ അറ്റത്താണെങ്കിലോ എന്ന് വെച്ചാൽ സെൻട്രോമിയർ അറ്റ് ദ എൻഡിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടീലോസെൻട്രിക്. ഓർക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ക്രോമസോംസ് ആർ ഓഫ് 4 kinds. ഒന്ന് മെറ്റാസെൻട്രിക്, രണ്ട് സബ്മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ സെൻറ്റർ, സബ്മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ നിയർ ദ സെൻറ്റർ, അക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ നിയർ എൻഡാണ്, നിയർ എൻഡ്, എൻഡിലല്ല നിയർ എൻഡ്. ഇനി എൻഡിലാണെങ്കിൽ ടീലോസെൻട്രിക്. ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇത് ക്രോമസോമാണ്. അപ്പോൾ ഇതൊരു ക്രോമസോം ആണെങ്കിൽ ഇത് സെൻട്രോമിയർ. ഓർക്കണം. അപ്പോൾ ഇത് ക്രൊമാറ്റിഡാണ്. ഇനി ചില കേസുകളിൽ അപ്പോൾ ഇതിനെ നമ്മൾ പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ചിലതിനകത്താണെങ്കിൽ അത് മറ്റൊരു കൺസ്ട്രിക്ഷൻ കൂടി ഉണ്ടാകാം. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കൺസ്ട്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ഇതാ ഒരു സാറ്റലൈറ്റ് പോലെ കാണും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് സാറ്റലൈറ്റ് ക്രോമസോം എന്നാണ്. അപ്പോൾ സാറ്റലൈറ്റ് ക്രോമസോം എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രോമിയർ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രിക്ഷന് പുറമേ മറ്റൊരു കൺസ്ട്രിക്ഷൻ കൂടി വരും. അത് പ്രൈമറി ഇതായതുകൊണ്ട് ഇത് സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു ടിപ്പ് ഒന്ന് വേർപെടും. അതിനെ സാറ്റലൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ ക്രോമസോമിനെ സാറ്റലൈറ്റ് ക്രോമസോം എന്നും പറയും. ഓർക്കുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർക്കണം. ഇതാണ് സാറ്റലൈറ്റ് ക്രോമസോം. അതുകൊണ്ട് ഇത് സാറ്റലൈറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് സാറ്റലൈറ്റ്. ഇപ്പോൾ ഇത് ക്രോമസോമാണ്, ഇത് ന്യൂക്ലിയസ് ആണ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെമ്പറൈൻ, ന്യൂക്ലിയോളസ്, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോപ്ലാസം. ഇത് കൈനറ്റോകോർ. പടം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ 4 തരം പറഞ്ഞു. പിന്നെ ഇത് സാറ്റലൈറ്റ് ക്രോമസോമാണ്. ഓർക്കുക. അപ്പോൾ തീർന്നു. ഇത് മൈക്രോ ബോഡീസേ ഉള്ളൂ. അത് തന്നെ അർത്ഥം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ യൂണിറ്റ് ഓഫ് ലൈഫ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ബയോമോളിക്യൂൾസാണ്. അത് സുവോളജിയാണ്, അതെടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സെൽ സൈക്കിളാണ്. ഓർക്കുക, സെൽ സൈക്കിൾ. അപ്പോൾ ബയോമോളിക്യൂൾസ് നമുക്കെടുക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും. അല്ലെങ്കിൽ നമുക്ക് സെൽ സൈക്കിൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.